ആന്ധ്രാപ്രദേശിൽ 2ാം ക്ലാസ്സുകാരി അയൽവാസി ബലാത്സംഗം ചെയ്തു കൊന്നു. 30-കാരനായ കുലവർദ്ധനാണ് ഈ നിഷ്ഠൂര കൃത്യം നടത്തിയത്. കൊലപാതകത്തിനു പിന്നാലെ അയൽവാസിയായ കുലവർദ്ധനെ സമീപത്തെ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിന്റെ ദുരൂഹത നീക്കാൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആന്ധ്രാപ്രദേശിലെ അന്നമയ ജില്ലയിലെ മദനപ്പള്ളിയിലാണ് നടക്കുന്ന സംഭവമുണ്ടായത്. 7 വയസ്സുകാരിയെ അയൽവാസിയായ യുവാവ് അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയ ശേഷം വെള്ളം നിറച്ച വീപ്പയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2ാം ക്ലാസ്സുകാരിയെ കാണാതാകുന്നത്. കുട്ടിക്കായി വീട്ടുകാരും പ്രദേശവാസികളും തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ കുലവർദ്ധനിലേക്ക് എത്തിച്ചത്. അയൽവാസിയുടെ വീട്ടിലും പരിസരത്തും നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. കുലവർദ്ധന്റെ വീടിനടുത്തുള്ള വെള്ളം നിറച്ച വീപ്പയിലായിരുന്നു മൃതദേഹം. മദ്യത്തിന് അടിമയായ അയൽവാസി കുട്ടിയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം മുക്കിക്കൊല്ലുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിയുടെ മൃതദേഹം ഒരു രാത്രി മുഴുവൻ കുലവർദ്ധൻ തന്റെ മുറിയിൽ സൂക്ഷിച്ചതായും പോലീസ് പറയുന്നു. రాష్ట్రంలోనే ఒక అలజడి సృష్టించినటువంటి ఏదైతే గంజాయి కొట్టి ఒక ఉన్మాది ఒక పసిబిడ్డను అభం శుభం తెలియనటువంటి పసిబిడ్డను కడతేర్చినటువంటి ఉన్మాది ఈ రాష్ట్రంలో ఒక సంచలనం అనేది న్యూస్ వచ్చింది. പൈശാചിക കൃത്യത്തിന് പിന്നാലെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ജനങ്ങൾ മണിക്കൂറുകളോളം ദേശീയപാത ഉപരോധിച്ചു. ഇതിനു പിന്നാലെ ഇരയ്ക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുമെന്ന് കർണൂൽ റേഞ്ച് DIG കോയ പ്രവീൺ അറിയിച്ചു. యాజ్ పర్ ప్రిలిమినరీ ఇన్ఫర్మేషన్ అతను సూసైడ్ చేసుకొని డౌన్ అయినట్టు తెలుస్తుంది. అండ్ ఫర్దర్ అప్డేట్స్ అన్ని కూడా మన ఇన్వెస్టిగేషన్ ప్రాసెస్లో రివీల్ అయితే మనం കമ്മ്യൂണിക്കേറ്റ് చేస్తాం. കുട്ടിയെ നിഷ്ഠൂരമായി കൊന്നുവെന്ന് പോലീസ് പറയുന്ന കുലവർദ്ധന്റെ മൃതശരീരം അടുത്തുള്ള തടാകത്തിൽ കണ്ടെത്തിയതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു കുലവർദ്ധൻ. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.